മോണിറ്റർ السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. فاتقوا الله عباد الله، أوصيكم وإياي أولا بتقوى، وما توفيقي إلا بالله. عليه توكلت وإليه أنيب. رب اشرح لي أفلا يتدبرون القرآن أم على قلوب أقفالها. മഹാത്ഭുതം ഭാഗമായി സായം സന്ധ്യയിൽ മനുഷ്യ സമൂഹത്തെ ഒന്നടങ്കം രക്ഷിച്ചുകൊണ്ട് തൃശൂർ ശിഷ്യ കേട്ടക്കലിന്റെ ഓരത്ത് ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു സെമിനാറാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ സമ്മേളനത്തിന്റെ യോഗാധ്യക്ഷരെ, വേദിയിലിരിക്കുന്ന ഇസ്ലാഹി പ്രബോധന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന പ്രബോധകരെ, പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെ നേരത്തെ തന്നെ ഇവിടെ ഇട്ടിരിക്കുന്ന കസേരകളിൽ വന്നു ചേർന്നിട്ടുള്ള സഹോദരി
തിരിക്കുകയാണ്. നമ്മുടെ രാജ്യം വിവിധ മതങ്ങൾക്ക് അഭയം നൽകിയ സംഗമസ്ഥാനമായതുകൊണ്ട് തന്നെ EMS നമ്പൂതിരിപ്പാടിന് വേദങ്ങളുടെ നാട് എന്ന് പറഞ്ഞിട്ട് വളരെ ശ്രദ്ധേയമായ ഒരു പുസ്തകമുണ്ട്. വിദ്യാവാചാസ്പതി വി പനോളി, അതുപോലെ വിചാര കേന്ദ്രം ഡയറക്ടർ പി പരമേശ്വരൻ പിള്ള, അദ്ദേഹത്തിന് വേദവിചാരം എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥമുണ്ട്. ഹൈന്ദവ വേദങ്ങളെക്കുറിച്ചാണ് അതിലെ ചർച്ചകൾ. PT കുരുവിളയുടെ ബൈബിളിന് കണ്ടു കാലഘട്ടങ്ങളിലൂടെ എന്ന ബൈബിളിനെക്കുറിച്ചുള്ള സൂക്ഷ്മമായ വിലയിരുത്തലുകളും അഭിപ്രായങ്ങളും എല്ലാം നിലനിൽക്കുന്ന പഠനങ്ങൾ വേറെ. ഈ കാലഘട്ടത്തിലാണ് മാനവ ചരിത്രത്തിന്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ ചരിത്രത്തെ ഏറ്റവും ശക്തമായി സ്വാധീനിക്കുകയും മനുഷ്യരാശിയെ ചിന്താമന്ദിരമായ ഒരു ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ പരിവർത്തനദായകമായ ഒരു ദൈവിക ഗ്രന്ഥത്തിന്റെ മാസ്മരികമായ സ്പർശനത്തിന്റെ ലോകത്തേക്കുള്ള അനവരതം തുടരുന്ന അഗാധമായ പഠനങ്ങളുടെ പുതിയ ലോകം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നത്. ലതർക്കബുന്ന ചബക്കൻ അൻ ചബക്, മനുഷ്യർ പടിപടിയായി ഉയരും. ഭൗതിക ലോകത്തിന്റെ കണ്ടെത്തലുകളും ഗവേഷണങ്ങളുമാണ് വിശുദ്ധ ഖുർആൻ, ഭൗതികമായ മനുഷ്യന്റെ വളർച്ചയാണ് ഈ വചനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ സൂചിപ്പിക്കുന്നു. ആധുനിക ലോകം അഭൂതപൂർവമായ വൈജ്ഞാനിക വളർച്ച നേടിയിട്ടുള്ള കാലഘട്ടത്തിലാണ് നാം നിലനിൽക്കുന്നത്. ജ്ഞാനമെന്ന് പറയുന്നത് ആരുടെ മുമ്പിലും തടയപ്പെടാത്ത വിധം അടുക്കളകളിൽ വരെ ഏതൊരു സ്ത്രീക്കും അവളുടെ വിരൽത്തുമ്പുകൾ ഉപയോഗിച്ച് നേടിയെടുക്കാനാവുന്ന വിശാലമായ വൈജ്ഞാനികമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചാനലുകളിൽ ഏറെ ദുരന്തങ്ങളുണ്ടെങ്കിലും വേദപഠനങ്ങൾ എന്ന രൂപത്തിൽ ബൗദ്ധൈവത്വത്തിലേക്ക് ക്ഷണിക്കുന്ന സംരംഭങ്ങളും ഹൈന്ദവ സമൂഹത്തിനും ക്രൈസ്തവ സമൂഹത്തിനും ചാനലുകളിൽ ഉണ്ടെങ്കിലും ദൈവികമായ മതത്തിന്റെ ഉദ്ഘോഷണം അത്ര തന്നെ ചാനലുകളിൽ പ്രസ്താവ്യമായി നടക്കുന്നില്ല എന്നത് മുസ്ലിങ്ങളുടെ വീണ്ടും വിചാരത്തിന് വിഷയീഭവിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. ആധുനിക മീഡിയകൾ എങ്ങനെ ഇസ്ലാമിക പ്രബോധനത്തിന് ഉപയോഗിക്കാമെന്ന ചിന്തയും ഈ മഹാസെമിനാറിലും സമ്മേളനത്തിലും നമ്മുടെ ഓർമ്മകളിൽ തേറ്റിയെടുക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. വേദഗ്രന്ഥം, വേദം സംസ്കൃത പദമാണ്. നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന വേദം എന്ന് പറയുന്ന പദത്തിന്റെ എല്ലാ നിലക്കുമുള്ള, പ്രത്യേകിച്ചും ഋഗ്വേദവുമായി ചതുർവേദങ്ങളുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തുമ്പോൾ വേദ സംഹിതകളെക്കുറിച്ച്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് EMS നമ്പൂതിരിപ്പാടിന് വേദജ്ഞരുടെ നാട് എന്ന് പറഞ്ഞൊരു കൊച്ചു കൃതിയും, 6-ാം വയസ്സിൽ ചതുർവേദം എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിരുന്നു എന്ന് EMS നമ്പൂതിരിപ്പാട് പറയുന്ന നമ്മുടെ രാജ്യം ധാരാളം ഹൈന്ദവ ക്ഷേത്രങ്ങളിലും അവരുടെ ലൈബ്രറികളിലും വേദഗ്രന്ഥങ്ങൾ കാണാമെങ്കിലും പ്രചാരമായി പഠിക്കുന്ന ഒരു രീതി ഹൈന്ദവ സമൂഹത്തിലോ ക്രൈസ്തവ സമൂഹത്തിലോ ഇല്ല എന്നത് വളരെ ഗൗരവമായ കാര്യമായി പരിഗണിക്കേണ്ട ഒന്നാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ ഏറ്റവും പാരായണം ചെയ്യപ്പെടുകയും മനഃപ്പാഠമാക്കപ്പെടുകയും ആ വേദം ശക്തമായി ചർച്ച ചെയ്യപ്പെടുകയുമാണ് കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിന്റെ മണ്ണിൽ, വിശിഷ്യ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രബോധന വേദികളിൽ. നമുക്ക് ജനങ്ങളോട് കടപ്പാടുകളുണ്ട്, കടമകളുണ്ട്. ഈ ജനസമൂഹത്തെ സത്യത്തിന്റെ വഴിത്താരകളിലേക്ക് നയിക്കുക എന്ന ഏറെ മൗലികവും ശ്രമകരവും മക്കയിൽ വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെട്ട യഥാർത്ഥമായ ഖുർആനിൽ ഊന്നി നിന്നുകൊണ്ടുള്ള മഹത്തായ ജിഹാദ് നമ്മളിവിടെ നിർവഹിക്കപ്പെടുകയാണ്. അതിൽ നമുക്ക് ഈ ശബ്ദം പല ആളുകളും പല ദിക്കുകളിലും കേൾക്കുന്നുണ്ട്. നാനാജാതി മതസ്ഥരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗം ക്രോഡീകരിക്കുന്നത്. സഹോദരങ്ങളെ, വേദഗ്രന്ഥങ്ങൾ എന്തിനാണ്? എന്താണ് വേദഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനപരമായ ലക്ഷ്യമെന്താണ്? വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചാവർത്തിച്ച് വായിക്കപ്പെടുന്നത് എന്നാണ് ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം. ഖുർആൻ ആവർത്തിച്ചാവർത്തിച്ച് വായിക്കുന്നത്. ലോകത്ത് വളരെ ഗൗരവമായി ഖുർആൻ ഈ കാര്യം പറയുന്നത് വേദങ്ങൾ എന്തിനാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സയൻസ് പഠിപ്പിക്കാൻ വേദത്തിന്റെ ലക്ഷ്യമല്ല, എന്നാൽ വേദത്തിൽ സയൻസിൽ ഉണ്ട്. ചരിത്രം പഠിപ്പിക്കുകയല്ല, മറിച്ച് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനുള്ള
ഒരവസ്ഥാവിശേഷത്തിലേക്ക് മനുഷ്യന്റെ ചിന്തകളെ ക്രമീകരിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏറ്റവും മോഡേണായി ഗോളങ്ങളെക്കുറിച്ച്, അതുപോലെ മനുഷ്യ ശരീരത്തെക്കുറിച്ച്, ജന്തുലോകത്തെക്കുറിച്ച്, ജിയോഗ്രഫിയെക്കുറിച്ച്, ആസ്ട്രോണമിയെക്കുറിച്ച്, അതുപോലെ തന്നെ സുവോളജിയെക്കുറിച്ച്, എംബ്രിയോളജിയെക്കുറിച്ച്, എല്ലാം ഓപ്താൽമോളജിയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിൽ 69 ശാസ്ത്രശാഖകളുണ്ട്. പക്ഷെ ഖുർആൻ ഒരു ശാസ്ത്രഗ്രന്ഥമല്ല. ഖുർആൻ മനുഷ്യനെ സമൂലമായി പരിവർത്തിപ്പിക്കുന്ന ദൈവിക ഗ്രന്ഥമാണ്, അള്ളാഹുവിന്റെ ഗ്രന്ഥം. നിങ്ങൾക്കറിയാം, അറബ് ജനതയെ 23 കൊല്ലം കൊണ്ട് മാനവ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു സമൂഹമാക്കി മാറ്റിയത് ആ ഖുർആനിന്റെ ഇജാസാണ്, അത്ഭുതമാണ്, ഖുർആനിന്റെ പ്രത്യേകതയാണ്, ഖുർആനിന്റെ മാസ്മരികതയാണ്. അവിടെയാണ് വളരെ ഗൗരവമായ വിശുദ്ധ ഖുർആനിൽ ഒരു വചനം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. വേദങ്ങളുടെ ലക്ഷ്യം എന്താണ്? വേദം എന്താണ് മാനവരാശിയെ പഠിപ്പിക്കുന്നത്? വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 213-ാമത്തെ വാചകം എല്ലാവരും ശ്രദ്ധിക്കണം. കാനന്നാസു ഉമ്മത്തൻ വാഹിദ. മനുഷ്യ സമുദായം. നോക്ക്, മുസ്ലിം സമുദായം എന്നല്ല, ഹിന്ദു സമുദായം എന്നല്ല, മോഹൻജോദാരോ ഹാരപ്പൻ സംസ്കാരത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ എന്നല്ല, സിന്ധു നദീതടത്തിൽ ജീവിച്ച സൈന്ധവർ എന്നല്ല, മറിച്ച് ഖുർആൻ പറയുന്നത് മനുഷ്യ സമൂഹം. കാനന്നാസു ഉമ്മത്തൻ വാഹിദ. മനുഷ്യ സമുദായം ഒരേക സമുദായമായിരുന്നു, ആയിരുന്നു. ഫബഅസല്ലാഹു നബിയ്യീന വമുബശ്ശിരീന വമുൻദിരീന വഅൻസല മഅഹുൽ കിതാബ ബിൽഹഖ് ലിയഹ്കുമ ബൈനന്നാസ് ഫീമാ ഇഖ്തലഫൂ ഫീഹി. വിശുദ്ധ ഖുർആൻ പറയുന്നത് വേദം അവതരിപ്പിക്കുന്നത് സമൂഹം ഭിന്നിച്ച കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കാനാണ്. പ്രവാചകന്മാർക്ക് വേദഗ്രന്ഥം നൽകപ്പെടുന്നത് എന്തിനാണ്? അത് നൽകപ്പെടുന്നത് മനുഷ്യരാശി ഭിന്നിച്ച കാര്യത്തിൽ തീർപ്പ് കൽപ്പിച്ച് ഐക്യത്തിന്റെ പാശത്തിൽ അവരെ ഒരുമിച്ച് കൂട്ടുവാനാണ്. വല്ലാത്തൊരു വാക്കാണ്. എല്ലാ ഹൈന്ദവ ക്രൈസ്തവരും മതമില്ലാത്തവരും എല്ലാം ഉറക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, വേദഗ്രന്ഥം മനുഷ്യരെ തമ്മിൽ തല്ലിക്കാനല്ല. വിശുദ്ധ ഖുർആൻ പറയുന്നത് വമഖ്തലഫു ഫീ, അവർ ഭിന്നിച്ച കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കാനാണ്. മാനവ സമുദായം ഭിന്നിച്ചു എന്ന് എല്ലാവർക്കും അറിയാം. വ്യത്യസ്ത ഗോത്രങ്ങളായി, ജാതിയായി, മതമായി, ദൈവവിശ്വാസങ്ങളായി, അനവധി എത്തിക്സുകളായി, ധർമ്മശാസ്ത്രങ്ങളായി, ശാഖകളായി. അതിനെല്ലാം ഓരോ ജീവിത നടപടി, ആചാരക്രമങ്ങളെല്ലാം ഉണ്ട് എല്ലായിടങ്ങളിലും. അപ്പൊ നിങ്ങൾക്കറിയാം, ജ്ഞാനകാന്ഡം, കർമ്മകാന്ഡം, വിജ്ഞാനകാന്ഡം ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിൽ കാണ്ഡങ്ങളായി വേർതിരിച്ചിട്ടുണ്ട്. എന്താണ് ശ്രുതികൾ, എന്താണ് സ്മൃതികൾ പഠിക്കപ്പെടേണ്ട കാര്യമാണ്. ആരണ്യകങ്ങൾ എന്താണ്, വേദസംഹിതകൾ എന്താണ്, അതുപോലെ ചതുർവേദത്തിന്റെയും ഉപനിഷത്തുക്കളുടെയും പ്രത്യേകതകൾ എന്താണ്, അതിനെ എങ്ങനെയാണ് മാറ്റി നിർത്തിയിരിക്കുന്നത്? ഒരു കാര്യം എല്ലാവരും ഓർക്കണം, വേദങ്ങളുടെ അന്തസാരം ഒന്നാണ്, ഒരേ സ്രോതസ്സിൽ നിന്നാണെന്നതിന് ധാരാളം തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഡോക്ടർ രാധാകൃഷ്ണന്റെ ഇന്ത്യൻ ഫിലോസഫിയിൽ അദ്ദേഹം പറയുന്നത്, നമ്മുടെ ദൈവം ഏകനാണെന്ന് വന്നാൽ ഹീത്തനും പാകനും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത അവസാനിക്കുകയായി, ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ അവസാനിക്കുകയായി, ജൂതനും ക്രിസ്ത്യാനിയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ അവസാനിക്കുകയായി. നമ്മുടെ ദൈവം ഏകനാണെന്ന് വന്നാൽ, ഒരു സിട്ടാവിന്റെ അടിമകളാണ് നമ്മളെന്ന് വന്നാൽ, പിന്നെ എവിടെയാണ് ഉച്ചനീചത്വങ്ങൾ? ഒരേ സൂര്യന്റെ കിരണങ്ങൾ ആസ്വദിച്ച്, ഒരേ ചന്ദ്രന്റെ നിലാവലകൾ ആസ്വദിച്ച്, ഒരേ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിട്ട് എങ്ങനെ നമ്മൾ വ്യത്യസ്തരായി എന്നത് ഗൗരവമായ ചർച്ചയ്ക്ക് വരേണ്ട കാര്യമാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 213-ാമത്തെ വചനത്തിൽ പറയുന്നത്, മനുഷ്യ സമുദായം ആദം ഹവ്വ ദമ്പതികളുടെ മക്കളാണ്. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ പ്രോഗ്രാമുകളിൽ തുടരെയായി പങ്കെടുക്കുകയുണ്ടായി. അതിൽ ഇതര മതങ്ങളെ അഭിവരിച്ചുകൊണ്ട് സംസാരിച്ച എല്ലാവരും വളരെ പ്രധാനമായി പറഞ്ഞത് ഒറ്റ ദൈവമേ ഉള്ളൂ എല്ലാവർക്കും എന്നാണ്. അപ്പൊ എന്റെ പ്രസംഗത്തിൽ ഞാൻ അവരോടൊക്കെ ചോദിച്ചു, ശരി, ആ ദൈവം മാത്രമാണ്, ആ ദൈവമാണ് സാക്ഷാൽ ദൈവം എന്ന് നിങ്ങൾ തൊള്ളുകൊണ്ട് പറയുന്നു, എന്നിട്ട് നിങ്ങൾ നേരെ ചെന്ന് കുരിശിനെ ആരാധിക്കുന്നു, കരിങ്കല്ലിനെ ആരാധിക്കുന്നു. ഇത് സത്യസന്ധമായ പ്രസ്താവനയാണോ? സത്യം പറഞ്ഞാൽ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പള്ളിയിലച്ഛൻ പറഞ്ഞോടോ നീ എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചിരിക്കുന്നു എന്നാണ്. എന്താ കാരണം? ഏകദൈവത്തെക്കുറിച്ച് പറയുക, നമുക്കൊറ്റ ദൈവമേ ഉള്ളൂ, ഈ ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒക്കെ ആ ദൈവത്തിന്റെ ആണെന്ന് പറയുക, എന്നിട്ട് ചന്ദ്രനെ ആരാധിക്കുക, സൂര്യനെ ആരാധിക്കുക, കല്ലും മുള്ളും ആരാധിക്കുക, മൂർഖൻ പാമ്പിനെ ആരാധിക്കുക, പശുവിനെ ആരാധിക്കുക, ക്ഷീണമുള്ള, തളർച്ചയുള്ള, ചത്തുപോകുന്ന, ബലഹീനതയുള്ള, രോഗം വരുന്ന, കുളമ്പ് രോഗം വരുന്ന പശുവിനെ ആരാധിക്കുക.
ഇത് മനുഷ്യന്റെ സത്യസന്ധതയില്ലായ്മയാണ്. ഒറ്റ ദൈവത്തെക്കുറിച്ച് പറയുക, എന്നിട്ട് ആ ദൈവത്തെ പരിപൂർണമായി അവഗണിക്കുക. ഞാൻ അവരോട് ചോദിച്ചു, എടി നീയാണ് എന്റെ ഭാര്യ, പക്ഷെ എന്റെ ശാരീരിക സുഖങ്ങളെല്ലാം ഞാൻ വിവിധ സ്ത്രീകളുമായാണ് തീർക്കുന്നത് എന്ന് പറയുന്നത് പോലെയാണ് പടച്ചോനെ നീ മാത്രമാണ് ആരാധനക്കറിയാൻ, പക്ഷെ ഞാൻ ആരാധിക്കുന്നത് കല്ലും മുള്ളും മരടും ഒരു സൃഷ്ടിജാലങ്ങളെയും ആരാധിക്കലുണ്ടായിരുന്നില്ല. എന്നാൽ നോഹ പ്രവാചകന്റെ കാലഘട്ടം 5 മഹാന്മാരായ വ്യക്തികൾ, ഈ മഹാന്മാരായ വ്യക്തികൾ അവരുടെ മഹത്വം കാരണത്താൽ ആദരിക്കപ്പെടാൻ ഇബ്ലീസ് അവർക്ക് ബോധനം നൽകി. ആദരവ് പിന്നീട് ആരാധനയിലേക്ക് വഴിമാറി. 5 മഹാന്മാരുടെ രൂപങ്ങൾ അവരാദ്യമായി ഉണ്ടാക്കി. മജാലിസുഹുമില്ലത്തി കാനൂ യജ്ലിസുന അലൈഹ. അങ്ങനെ ആ ബിംബങ്ങൾ ഉണ്ടാക്കി, ആ രൂപങ്ങൾ ഉണ്ടാക്കി, അവരതിൻ്റെ അടുത്ത് ഇരുന്നു. അവരുടെ മേന്മകൾ പറഞ്ഞു, അവരുടെ മാറ്റങ്ങൾ പറഞ്ഞു, അവരുടെ സ്വഭാവ ഗുണങ്ങൾ വാഴ്ത്തി, അവരുടെ ശ്രേഷ്ഠതകൾ അവർ അയവിറക്കി. പക്ഷെ അടുത്ത തലമുറ അതിനെ ആരാധിച്ചു. മനുഷ്യരെന്നും അങ്ങനെയാണ്. ഒരു ഉദാഹരണം പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം 27-ാം തീയതി മെനയാന്ന് തിരുവനന്തപുരത്ത് മഴയ്ക്ക് വേണ്ടി നമസ്കരിക്കാൻ നേതൃത്വം നൽകാൻ പോയി. അള്ളാഹുവിന്റെ വാഗ്ദാനം അവിടെ പുലർന്നു. നമസ്കാരം കഴിഞ്ഞു. ജില്ല മുഴുവനും അതിശക്തമായ മഴ പെയ്തു. അള്ള പറഞ്ഞതുപോലെ തന്നെ യുർസിലി സമാഅ അലൈക്കും മിദ്റാറ, സമൃദ്ധമായ മഴയുണ്ടായി. ചില ആളുകളെങ്കിലും പറഞ്ഞു ബാലുശ്ശേരി ഇമാമത്ത് നിന്നപ്പോൾ മഴ പെയ്തു. എനിക്കവരോട് ശക്തമായി പ്രതികരിക്കേണ്ടി വന്നു. മുഹമ്മദ് നബിയുടെ മകൻ ഇബ്രാഹിം മരിച്ചപ്പോൾ സൂര്യഗ്രഹണമുണ്ടായി. ജനങ്ങൾ പറഞ്ഞു മുഹമ്മദ് നബിയുടെ മകൻ മരിച്ചതുകൊണ്ടാണ് എന്നാ പറഞ്ഞത്. റസൂലിന്റെ മകൻ മരിച്ചതല്ലേ, ദുഃഖദിനമല്ലേ, ആളുകളെ തിരുത്തേണ്ടതില്ല എന്ന് വിചാരിച്ചില്ല. രണ്ടാമത് അതെ തങ്ങന്മാരോട് കളിക്കരുതടാ, എന്റെ മോൻ മരിച്ചോണ്ടായത് എന്ന് മുതലെടുത്തതുമില്ല. പ്രവാചകൻ ഓടി മിമ്പറിൽ കയറി യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, വല്ലാത്തൊരു വിളി. അല്ലയോ മുസ്ലിങ്ങളെ, അല്ലയോ അറേബ്യക്കാരെ എന്നല്ല, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ എന്ന വിളിയിലൊരു അത്ഭുതമുണ്ട്. അത് ഞാൻ പിന്നീട് പറയും. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്ന ശംസ, തീർച്ചയായും സൂര്യൻ, വൽ ഖമറ, ചന്ദ്രൻ, ആയത്താനുമിന്നായാത്തില്ല, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട 2 ദൃഷ്ടാന്തമാണ്. അത് ആർക്കു വേണ്ടിയും ദുഃഖമാചരിക്കില്ല. ആരുടെ മരണവും അതിനെ വേദനിപ്പിക്കില്ല. ആരുടെ മരണവും അതിന്റെ നിശ്ചലതയ്ക്ക് കാരണമാവില്ല. ആരുടെ ജനനവും അത് സൂര്യഗ്രഹണം ബാധിക്കുകയില്ല. മുസ്ലിമീങ്ങളെ, കോട്ടക്കലിലെ പ്രിയപ്പെട്ടവരെ, തങ്ങന്മാരെ പിന്നാലെ പോകുന്നവരെ, അത്ഭുതങ്ങൾ വിദ്യയാക്കുന്നവരെ, അത്ഭുതങ്ങൾ വ്യവസായമാക്കുന്നവരെ, കപട ആത്മീയതയ്ക്ക് നേതൃത്വം നൽകുന്നവരെ, അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല. തൊണ്ടലൊടാതെ സ്വലാത്ത് ചൊല്ലിയ പാരമ്പര്യമല്ലാതെ മുഹമ്മദ് നബി എന്ന മഹാനുഭാവനെ, ഋഷീശ്വരനെ, ആ ലോകാചാര്യനെ, ആ വിശ്വാചാര്യനെ, ആ ലോകത്തിലെ പ്രവാചക തിരുമേനിയെ, അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക് ക്ഷണിച്ച ആ ലോക ഗുരുവിനെ നിങ്ങൾ പഠിച്ചിട്ടില്ല. മുതലെടുക്കാൻ പറ്റിയ നല്ലൊരു ചേൻ, സഹാബത്ത് പ്രഖ്യാപിച്ച ഒരു നല്ല ദിനം വേണമെങ്കിൽ പ്രവാചകന് പറയാമായിരുന്നു. പ്രവാചകൻ പറഞ്ഞത് സൂര്യനും ചന്ദ്രനും അല്ലാന്റെ ദൃഷ്ടാന്തമാണ്. ഒരാളുടെ മരണമോ ഒരാളുടെ ജനനമോ അതിന് ഗ്രഹണം ബാധിക്കുകയില്ല. വലിയൊരു തിരുത്തൽ, ഇടപെടൽ, നേരിയ ഡീവിയേഷൻ പോലും പ്രവാചക തിരുമേനി അനുവദിച്ചില്ല. എല്ലാവരും മനസ്സിലാക്കണം. ഞാൻ തിരുവനന്തപുരത്ത് ജനങ്ങളോട് പറഞ്ഞു, ഒരാളെ പ്രാർത്ഥിച്ചതുകൊണ്ടോ ഇന്ന മൗലവി പ്രാർത്ഥിച്ചതുകൊണ്ടോ അല്ല മഴ പെയ്തത്. അള്ളാന്റെ വാഗ്ദാനം പുലരുകയും ഖുർആനിന്റെ അത്ഭുതം ബോധ്യമാവുകയുമാണ്. ഒരുപാട് മുസ്ലിങ്ങൾ സാക്ഷ്യം വഹിച്ചു. ഗാന്ധി പാർക്കിലെ അന്നത്തെ നമ്മുടെ പ്രഭാഷണം ആയിരക്കണക്കിന് ആളുകൾ നിന്ന് കേട്ടു. അതിനൊരു കാരണമുണ്ടായിരുന്നു. ചുട്ടുപൊള്ളിയ തിരുവനന്തപുരത്തിന്റെ മണ്ണ് തണുത്തു, മഴ പെയ്തു, റോട്ടിലൂടെ വെള്ളമൊഴുകി. നമസ്കാരം കഴിഞ്ഞ ഉടനെ അതിനെപ്പോലും വിമർശിച്ചവരുണ്ട് നമ്മളോടൊപ്പം ഇന്നലകളിൽ ഉണ്ടായിരുന്നവർ. അത് വളരെ പരിഹാസ്യമായി മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തെ പോലും വിമർശിച്ചവർ. പക്ഷേ അവരുടെ കണ്ണ് തുറന്നില്ല. ആകാശത്ത് കാർമേഘം ഘനീഭവിച്ചു. ആകാശത്തിലേക്ക് മുട്ടുമടക്കാതെ കൈ ഉയർത്താൻ പ്രവാചക ചക്രവർത്തി പറഞ്ഞപ്പോ ഞാൻ കൈ ഉയർത്തി. നിങ്ങൾ വിശ്വസിച്ചാലുമില്ലെങ്കിലും
കാർമേഘം കുമിഞ്ഞുകൂടുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. സൂര്യന്റെ പ്രഭ അസ്തമിച്ചു. സൂര്യനെ അല്ലാഹു കാർമേഘം കൊണ്ട് മായ്ച്ചു കളഞ്ഞു. എന്റെ നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കരുനാഗപ്പള്ളിയിൽ നിന്നൊരു മെസ്സേജ്, മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു. അല്പസമയം പിന്നിടുമ്പോൾ തിരുവനന്തപുരത്തിന്റെ പേരൂർക്കടയിൽ അതിശക്തമായ മഴ പെയ്തു തുടങ്ങി. സിറ്റികളെ കവർ ചെയ്തു. വെള്ളക്കടവിൽ പെയ്തു, പല ഭാഗങ്ങളിലും അത് പെയ്തു. ജില്ലയുടെ എല്ലാ മേഖലകളിലും ആ മഴ പെയ്തു. രണ്ട് കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അല്ലാഹു പറയുകയാണ്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ പരിഗണിക്കുകയില്ല. 25-ാം അധ്യായം 77-ാമത്തെ വചനമാണ്. എന്നോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞാൻ നിങ്ങളെ പരിഗണിക്കും. അതുകൊണ്ടാണ് മക്കാ മുശ്രിക്കുകൾ വരെ കടലിൽപ്പെട്ട് പ്രാർത്ഥിച്ചാൽ അല്ലാഹു കാറ്റും കോളും നിശ്ചലമാക്കി കൊടുക്കുന്നത്. ഒരു മുവഹിദിന്റെ പ്രാർത്ഥന അല്ലാഹു തീർച്ചയായും പരിഗണിക്കും. ഇത് റബ്ബിന്റെ വാഗ്ദാനമാണ്, അത് പുലരുകയായിരുന്നു. രണ്ട്, ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംജിദുക്കും ബിഅംവാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. 71-ാം അധ്യായം 10, 11, 12 വാചകങ്ങൾ. അല്ലാഹു എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ ഞാൻ നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തരും, സമൃദ്ധമായി സമൃദ്ധമായി. ആ പ്രയോഗം തന്നെ അങ്ങനെയാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, സമൃദ്ധമായി സമൃദ്ധമായി. റബ്ബിന്റെ വാഗ്ദാനം പുലർന്നു, സത്യമായി. അമുസ്ലിങ്ങൾ കണ്ണു തുറന്നു. പല ആളുകളും ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ തിരുവനന്തപുരത്ത് 2 ദിവസങ്ങൾക്കുള്ളിൽ സന്നദ്ധമായി. എന്താ കാരണം? അള്ളാന്റെ വാഗ്ദാനം. ഖുർആൻ 1400 വർഷങ്ങൾക്കൊന്ന് പറയാൻ, അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടി തേടിയാൽ അവൻ നിങ്ങൾക്ക് മഴ തരും എന്ന ഖുർആനിന്റെ വാക്ക് 1400 വർഷം കഴിഞ്ഞ് പൂർത്തീകരിക്കപ്പെടുമ്പോൾ ചിന്തിക്കുന്ന, ആലോചിക്കുന്ന, പരിവേഷിക്കുന്ന, ആരുടെ മുമ്പിലും തലമണയം വെക്കാത്ത ആളുകൾക്ക് അതിൽ നിന്ന് വലിയ കാര്യങ്ങളുണ്ട്. നമുക്കാവട്ടെ വിനയപ്പെടാനും കൂടുതൽ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്താനും തെക്കുവ കൈക്കൊള്ളാനും നമുക്കത് പ്രചോദനമാകേണ്ടതുണ്ട് എന്നാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത്, വേദം, വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന്റെ അമാനുഷികത, അതിന്റെ ദൃഷ്ടാന്തം, അതിനിടയിലാണ് ലോകവേദങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ, സവിശേഷമായ ദശോപനിഷത്തുക്കൾ, ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ്, ഇതിലെല്ലാമുള്ള ഏകദൈവാരാധനയാണ് തുടക്കത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. അതിലേറ്റവും പ്രധാനമായ ഒന്ന്, സമൂഹത്തിൽ എന്തുകൊണ്ട് ബിംബാരാധനയുണ്ടായി, ബൗദ്ധൈവത്വമുണ്ടായി, എന്തുകൊണ്ടാണ് ഖബറാരാധനയുണ്ടായി? അവിടെയാണ് സൃഷ്ടിക്ക് സൃഷ്ടാവിനേക്കാൾ പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ് ഞാനതിന് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം. സൃഷ്ടിയുടെ മാഹാത്മ്യം സൃഷ്ടാവുമായി ബന്ധപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞില്ല. ഒരു ഉദാഹരണം പറയാം. കാനായി കുഞ്ഞിരാമന്റെ പ്രതിമ. അപ്പൊ നിങ്ങൾക്കറിയാം, ശംഖുമുഖത്ത് കാനായി കുഞ്ഞിരാമന്റെ ഒരു പ്രതിമയുണ്ട്. കലാപരമായി ചിന്തിക്കുമ്പോൾ മഹത്വമേറിയതാണത്. സെക്സുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ വളരെ ബോറുമാണ്. എന്നാൽ കാനായി കുഞ്ഞിരാമന് അവാർഡ് നേടിക്കൊടുത്തിട്ടുള്ളൊരു സംഭവമാണത്. അവിടെ അവാർഡ് പ്രതിമക്കല്ല, കാനായി കുഞ്ഞിരാമന്റെ കരവിരുതിനാണ്. വളരെ വ്യക്തമായി ഓയിൽ വി കുറുപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം, രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലി, ഇതിനെല്ലാം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം ആർക്കാണ്? രവീന്ദ്രനാഥ് ടാഗോർ എന്ന പ്രതിഭക്കാണ്, ON വി കുറുപ്പ് എന്ന പ്രതിഭക്കാണ്. എല്ലാവരും മനസ്സിലാക്കുക, നോബൽ സമ്മാനങ്ങൾ അതുപോലുള്ള കാര്യങ്ങളെല്ലാം ആ പ്രതിഭകൾക്കാണ്. ഇപ്പൊ സൂര്യൻ, ഹൈന്ദവ സമൂഹത്തിന് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം എന്താണ്? സൃഷ്ടി പഠനത്തിലൂടെ സൃഷ്ടി ആരാധനയിലേക്ക്. ഇതാണ് ഹൈന്ദവ സമൂഹത്തിന് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം. സൃഷ്ടി പഠനത്തിലൂടെ സൃഷ്ടാവിലേക്ക്, അതാണ് ഇസ്ലാം.
അതുകൊണ്ടാണ് പ്രവാചകൻ ഒരു സമയത്ത് കരഞ്ഞു, അപാരമായി കരഞ്ഞു. അതെന്താ? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. അവിടെ രാപ്പകലുകളുടെ വ്യതിയാനം, സൂര്യചന്ദ്രന്മാരുടെ സഞ്ചാരങ്ങൾ, ഇതിലെല്ലാം ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. എന്നിട്ട് ഖുർആൻ പറയാണ്, അല്ലദീന യദ്കുറുനല്ലാഹ ഖിയാമ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില. അല്ലാഹു പറയാണ്, നിന്നും ഇരുന്നും കിടന്നും നിന്നിട്ട് ചിന്തിക്കുക, ആകാശം ആരാണ് സൃഷ്ടിച്ചത്, ഭൂമി ആരാണ് സംവിധാനിച്ചത്. 23 ഡിഗ്രിയിൽ ഈ ഭൂമിയുടെ ചരിവ്, അതാണ് ഹേമന്തങ്ങളും വസന്തങ്ങളും ഗ്രീഷ്മങ്ങളുമൊക്കെ മാറി മാറി വരാനുള്ള കാരണം. അതാണ് വളരെ അടിസ്ഥാനപരമായി. ഫോട്ടോസിന്തസിസ് സെക്കൻഡിൽ 250 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന സൂര്യൻ, അവിടെ 500 അല്ലെ, നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട പോയിന്റുകൾ സൂര്യനുമായി ബന്ധപ്പെട്ട് ഞാൻ ദീർഘമായ ആ വിഷയത്തിലേക്കൊന്നും പോകുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഈ ഗോളങ്ങളെല്ലാം അതിനെ പഠിക്കുക വഴി മനുഷ്യനെത്തുക എവിടെയാണ്? സൃഷ്ടാവിലാണ്. ഒരു ഉദാഹരണം പറയാം. അപ്പൊ ഞാൻ പലപ്പോഴും ഉദ്ധരിക്കാറുള്ള ഒരു കാര്യത്തിൽപ്പെട്ടതാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, ഈ ജ്യോതിഷം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ആസ്ട്രോണമിയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ. ഇപ്പൊ പ്രാഥമികമായ ആസ്ട്രോണമി അറിയാവുന്ന ഏതൊരു കുട്ടിയും, അതായത് SLC പാസ്സായ കുട്ടിയടക്കം, നക്ഷത്രത്തെക്കുറിച്ചുള്ള പഠനങ്ങളുണ്ടാവും. നക്ഷത്രം, അതുപോലെ ഗോളങ്ങൾ, ഈ പഠനങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഒരു കാര്യം അറിയണം. ഇപ്പൊ ഭൂമിയിലേക്ക് ഒരു സൂര്യനിൽ നിന്ന് പ്രകാശം എത്താൻ 8 മിനിറ്റ് എടുക്കും. 15 കോടി കിലോമീറ്റർ അകലെയുള്ള സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രകാശമെത്താൻ, അതും പ്രകാശ വേഗതയിൽ. അപാരമാണ് ആ വേഗത. ഞാനതൊന്നും വേർതിരിച്ചു പറയുന്നില്ല. പ്രകാശ വേഗതയിലാണ് ഇതിവിടെ. ചോദിക്കട്ടെ, ഒരു നക്ഷത്രം, ഇപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന പല നക്ഷത്രങ്ങളും ശാസ്ത്രം പറയുന്നതയോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നശിച്ചുപോയതാണ്. നശിച്ചുപോയ ഒരു നക്ഷത്രം മനുഷ്യ ജീവിതത്തിലെ ഭാഗ്യനിർഭാഗ്യങ്ങൾ നിർവചിക്കുന്നു എന്ന ഒരു അന്ധവിശ്വാസമുണ്ട് ഹൈന്ദവ സമൂഹത്തിനിടയിൽ. അതിന്റെ 2 വരി പാട്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഭാഗ്യനക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു ജയവും പരാജയവും. ഒരു ബസ്സിൽ ഞാൻ കേട്ട 2 വരി പാട്ടുകളാണ്. ഞാനത് പഠിക്കാനുള്ള കാരണം അത് തൗഹീദ് പഠിപ്പിക്കാൻ നല്ലൊരു മാർഗമാണ് എന്ന് എന്റെ തോന്നലുകളിലാണ്. ഭാഗ്യനക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു ജയവും പരാജയവും എന്നാണ് പറയുന്നത്. നക്ഷത്രങ്ങൾ മനുഷ്യന്റെ ജയാപജയങ്ങൾ തീരുമാനിക്കുന്നു എന്നാണ്. വളരെ വലിയ വിഡിത്തമാണത്. ഇപ്പൊ ചന്ദ്രന്റെ അവസ്ഥ എന്താ? മണ്ണ് വാരാം, പാറക്കല്ലുകളുണ്ടവിടെ, പാറക്കെട്ടുകളുണ്ടവിടെ, വെള്ളച്ചാലുകളുണ്ടവിടെ എന്നൊക്കെ സയൻസ് പറയും. അഥവാ അതിന് ജീവനുണ്ടോ? അത് സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളത് വേറെ. അതല്ലേ മോഡേൺ വിവേകമുണ്ടോ? ഇടപെടാനുള്ള ശക്തിയുണ്ടോ? മനുഷ്യനിൽ ഇടപെടുമോ? മനുഷ്യന്റെ ഭാവി അറിയുമോ? അതിന് മോഡേൺ സയൻസ് പഠിച്ച ആരെങ്കിലും ഈ വിഡിത്തം പറയോ? മാത്രമല്ല, നോഹ പ്രവാചകന്റെ കാലഘട്ടത്തിൽ വജാലൽ ഖമറ ഫീ ഇന്ന നൂറൻ വജാല ശംസ സിറാജ 71 അധ്യായം 16 വാചകമാണ്. ആ വാചകത്ത് പറയുന്നതെന്നറിയോ? സൂര്യൻ സ്വയം പ്രകാശിത ഗോളമാണ്. 1400 വർഷം മുമ്പല്ല, നോഹ പ്രവാചകന്റെ കാലത്ത്. ആലോചിക്കണം, സൂര്യൻ സ്വയം പ്രകാശിത ഗോളമാണ്. ചന്ദ്രനോ സൂര്യന്റെ പ്രകാശമേറ്റ് പ്രവർത്തിക്കുന്നു. അതാണ് ആ ചന്ദ്രൻ മനുഷ്യ ജീവിതത്തിൽ ഇടപെടുന്നു എന്ന് വിശ്വസിക്കുന്നവർ മഹാവിഡ്ഢികൾ. മാത്രമല്ല, നശിച്ചു പോകുന്ന നക്ഷത്രങ്ങളാണ് മനുഷ്യന്റെ ജയാപജയങ്ങൾ നിർണ്ണയിക്കുന്നത് എന്ന് വിചാരിക്കുന്ന വിഡ്ഢി. പണിക്കനും ജോലിച്ചനും ജീവിക്കാനുള്ള ഒരു മാനദണ്ഡം അല്ലേ? അതുകൊണ്ടാണല്ലോ ആലപ്പുഴയിൽ പല്ല് മുളച്ചുകൊണ്ടൊരു കുട്ടി ജനിച്ചു. ഒരു പിതാവിനെ ഒരാൺകുട്ടി ജനിച്ചു. ഒരു ഹിന്ദു കുടുംബത്തിൽ ആൺകുട്ടിക്ക് പല്ലുണ്ടായിരുന്നു. ജോത്സ്യം പറഞ്ഞു അത്രേ, പല്ല് മുളച്ചുകൊണ്ടാണ് ഒരു കുട്ടി ജനിച്ചതെങ്കിൽ, അതും ഒരു ആൺകുട്ടിയാണെങ്കിൽ അവൻ നിങ്ങളുടെ ഘാതകനായി തീരും. ആ അച്ഛൻ മകനെ തറക്കടിച്ചു കൊന്നുകളഞ്ഞു. ജോത്സ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞാൻ ചിന്തിച്ച പോയിന്റ് എന്നറിയോ? ജോത്സ്യപ്പണി മതപരമാണെങ്കിൽ ആ മതാചാരം നടത്തിയ ജോത്സ്യനെ അറസ്റ്റ് ചെയ്യാൻ ഭരണഘടന അനുവദിക്കുമോ? വളരെ പ്രധാനമായ പോയിന്റാണ്. ജോത്സ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തു, തങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തു, ബീവിയെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പറയോ? അത് മതമല്ല, മതത്തിന്റെ പേരിലുള്ള തട്ടിപ്പാണ്. അല്ലെങ്കിലോ ഹിന്ദു മതത്തിനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനയിലുണ്ട്, ക്രിസ്തു മതത്തിനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനയിലുണ്ട്. അപ്പൊ ഞാൻ നിസ്കരിച്ചതിന്റെ പേരിൽ പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്യൂ? നേരെ മറിച്ച് ഞാനൊരു പെണ്ണിനെ മിസ്യൂസ് ചെയ്ത് ഒരു ചികിത്സയുടെ പേരും പറഞ്ഞ് ഒറ്റക്കൊരു റൂമിൽ കൊണ്ടുവന്ന് പിടിപ്പിച്ചാലോ?
എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും. കാരണം അത് മതമല്ല, അത് മതവിരുദ്ധമാണ്. അതിനെയാണ് പണിക്കനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്തുകൊണ്ടാ? ജോത്സ്യനെ അറസ്റ്റ് ചെയ്ത്. ജോത്സ്യം ചെയ്യുന്ന പണി മാനവികമല്ല, മതമല്ല, ദാർശനികമല്ല, അതുപോലെ പ്രവാചകന്മാരുടെയോ ശീശ്വരന്മാരുടെയോ അധ്യാപനങ്ങളല്ല, ശുദ്ധ തട്ടിപ്പാൻ, കപട ആത്മീയതയാണ്. അല്ലേ? ഇനി നിങ്ങൾ ആലോചിച്ച്, കൈനോട്ടക്കാരിരിക്കും നമ്മുടെ പല സ്ഥലങ്ങളിലും കൈനോട്ടക്കാർ. ശരിക്കും ഓന അന്നത്തെ ഭാവി പോലും അറിയില്ല. ഒരിക്കലും എന്റെ വളരെ ചെറുപ്പത്തില് കോഴിക്കോട് ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡിലൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ പിന്നെ അവിടെ ഇരിക്കുന്ന കൈനോട്ടക്കാർ, സാർ നല്ല മുഖലക്ഷണം പോലും സാർ. ഞാൻ പറഞ്ഞു, ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് നിങ്ങൾ കറക്റ്റ് ആൻസർ ചെയ്താ ഞാൻ എന്റെ കയ്യും വെച്ചിരും, നിങ്ങൾക്ക് പൈസയും തരുവാർ. അപ്പൊ അയാൾ എന്താ, ഇന്ന് നിങ്ങളുടെ അടുത്ത് എത്രയാൾ കൈ നോക്കാൻ വരും എന്നുള്ള ഭാവി പറഞ്ഞാൽ മതി. 2 ദിവസം കഴിഞ്ഞിട്ടുള്ളത് വേണ്ട, ഇന്നത്തെ ദിവസം അയാൾ എന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. കാരണം എന്നെ വിളിക്കണേന് എന്തുകൊണ്ടാ? ഞാൻ മുജാഹിദാന്ന് പറഞ്ഞിന് ആ ചെങ്ങ എന്നെ വിളിക്കുവോ? ഞാൻ ഈ കൈനോട്ടത്തിനെതിര് പ്രസംഗിക്കുന്ന ആളാണെന്ന് ഉള്ളത് പോലും അറിയാത്ത ഇയാള് എന്നെ വിളിക്കുകയാണ്. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായിക്കോളി, അന്നത്തെ ദിവസത്തെ ഭാവി പോലെയാക്കറിയില്ല. പിന്നല്ലേ ബാക്കിയുള്ളത്? തെരച്ചന ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയാ, പറഞ്ഞപ്പോ കിട്ടിപ്പോയതാ. പിന്നെ ഈ കൈനോട്ടക്കാരാദ്യം ചെയ്യുന്നൊരു പണിയുണ്ട്. നിങ്ങളുടെ ഉമ്മാന്റെ പേര് 3 അക്ഷരല്ലേ എന്ന് ചോദിക്കും. ഞെട്ടിപ്പോവേ. കാരണം എന്താ പറയുക, മിക്ക പെണ്ണുങ്ങളുടെ പേരും ഖദീജ, ആയിഷ, അങ്ങനെയായിരിക്കും, നഫീസ ഒക്കെ. നിങ്ങൾ നോക്കൂ, പെണ്ണുങ്ങളുടെ പേര് 1000 എണ്ണം പറഞ്ഞു നോക്കി, എല്ലാം 3 അക്ഷരത്തിലായിരിക്കും അധികവും. അപ്പൊ ഈ പൊട്ടപ്പോയത്തെ പോടാവിടുന്ന് ലോകത്തെ മിക്ക പെണ്ണുങ്ങളുടെ പേരും ശോഭന. നോക്കി, ആ ഹിന്ദു ആയാലും ക്രിസ്ത്യാനിയായാലും ഏലേ അമ്മ എല്ലോ. അതിനങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോ ആദ്യം ചോദിക്കും, ഉമ്മാന്റെ പേര് 3 അക്ഷരല്ലേ? അപ്പൊ തന്നെ പഞ്ഞെട്ടി, ഇയാൾ ആള് നിരക്കണില്ലോ. ഒട്ടുമിക്ക ആളുകളുടെ പേര് 3 അക്ഷരം. അറിയാമോ? കല്യാണി, ദേവകി, സുമതി. ഉണ്ടോ? ഇത് ആർക്കറിയാ? നമുക്കറിയാ, വിവരമുള്ളവർക്കറിയാ. പക്ഷേ ഇത് കേൾക്കുമെന്നെ ഡൗണായി. പിന്നെ അടുത്തവൻ ഇങ്ങനെ ഊഹിച്ചിങ്ങനെ പറയും. പിന്നെന്താ പറയും, ഇവൻ പറയുന്ന എന്താന്ന് പോലും ഇവൻ കേൾക്കുന്നുണ്ടാവില്ല. ഓൻ പറയുന്നതനുസരിച്ച് മൂടിപ്പോയി. കാരണം ആദ്യത്തെ 2 എണ്ണം. ഇപ്പൊ ഞങ്ങളുടെ നാട്ടില് ഈ രംഗത്തുള്ള ഏറ്റവും വലിയ തട്ടിപ്പെന്തറിയും, എഗരൂൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. അവിടെ ശ്രീ ഇത്തലാട്ടുകാവ് ക്ഷേത്രം, അവിടെ കുറെ ആചാരങ്ങൾ കിടക്കണ്ട്. മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ വരും, ഞാൻ ആ ഭാഗത്ത് കിടക്കില്ല. അവിടെ ഒരു സ്വാമിജിയും അയാളുടെ ചൊവ്വാഴ്ചയാണ് അയാൾക്ക് സന്ദർശന സമയത്ത്. എപ്പോ ആളുകൾ ചെന്നാലും ഉണ്ടാവും 2 ബെഞ്ച് അറച്ചു ആൾക്കാർ. എപ്പോ ആളുകൾ ചെന്നാലും ഉണ്ടാവും 2 ബെഞ്ച് ആൾ. അപ്പൊ സ്വാഭാവികമായിട്ടിപ്പോ നമ്മളിൽ ഒരാൾ അങ്ങോട്ട് കടന്നില്ലാണെങ്കിൽ അയാൾ, നിങ്ങൾ ഇവിടുന്നാ വരുന്നത്? ഞാൻ എന്ന ബാലുശ്ശേരിന്നാ വരുന്നത്. ഞാൻ ഇവിടുന്ന് പൂനൂരിന്നാ വന്നത്. ഞങ്ങൾ ബാലുശ്ശേരി, എനിക്ക് 3 മക്കളാന്നൊക്കെ അയാൾ ഇങ്ങോട്ട് പറയും. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പാവപ്പെട്ട സാധു എന്ത് പറയും, എന്റെ പേര് ബഷീർ എന്നാണ്, എനിക്ക് 3 കുട്ടികളുണ്ട്, എന്റെ ഭാര്യന്റെ പേര് സുലേഖ എന്നാണ് എന്നൊക്കെ അയാൾ ഇങ്ങനെ പറയല്ലോ. ഇച്ചങ്ങായി ആരാന്നപ്പം നിങ്ങൾ വിചാരിച്ച് ഓന്റെ ഏജന്റാ. അപ്പോ ഇയാളോട് പറയും, ഞാൻ കുറെ നേരമായി വന്ന്, അടുത്ത് ഞാൻ അറിയും. മൂപ്പരായിട്ട് കയറിയിട്ട് അറിയൂ, അവിടെ ബഷീർ എന്നെ അടുത്ത് വന്നിട്ടുണ്ട്, ഓൻ കോട്ടക്കന്നാ വരുന്നത്, ഓന് 3 പെൺകുട്ടികളുള്ളത്, ഒരു കുട്ടി 8ാം ക്ലാസ്സിലാ എന്നൊക്കെ ഓൻ അവിടെ പറഞ്ഞു കൊടുക്കും. ഈ വിവരമൊക്കെ ഒന്ന് അവിടെ കൊടുക്കും. അപ്പോ ഈ ബഷീറാണ് അടുത്തേക്ക് കയറുമ്പോ ബഷീറല്ലേ, അതോടുകൂടി ഇപ്പം വീണ് നമുക്ക് ഇപ്പുറത്ത് കുത്തിരിഞ്ഞിട്ട് പറ്റിച്ചതാ. അത് മറ്റോ മനസ്സിലാക്കിയില്ല. ഇതാ അവിടെ നടക്കുന്ന തട്ടിപ്പ് ഇതാണ്. ഈ തട്ടിപ്പുകളാണ് ലോകത്ത് മതത്തിന്റെ പേരിൽ എല്ലായിടത്തും നടക്കും. ഇതിന്റെ പിന്നാലെയാണ് ആളുകൾ. ആ ആളുകളെ ഏകദൈവാരാധനയിലൂടെയല്ലാതെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്യാണ വീട്ടിലേക്ക് വരും. അപ്പോ ആളുകൾ പറയാം, ഇത് ഞാന് ഇപ്പം നിങ്ങൾക്ക് ആധുനിക ആളുകളുമായി ബന്ധപ്പെടുത്തിയത് നിങ്ങൾക്ക് മനസ്സിലാവും. പാർട്ട് ഓഫ് ലിവിംഗിന്റെ ആചാര്യനായ രവിശങ്കർ എഴുതിയ ഒരു പുസ്തകമുണ്ട്, കമ്മ്യൂണിസവും ഇസ്ലാമും. ഏറെ വിമർശിക്കപ്പെടുകയും ആ പുസ്തകം പിൻവലിക്കപ്പെടുകയും ജാക്കിർ നായിക്കുമായുള്ള ഡിബേറ്റിൽ ഗുരുജി അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. എങ്കിൽ പോലും ആ പുസ്തകത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നൊരു ചോദ്യം, രവിശങ്കറിനോട് ചോദിക്കുന്നത്, ശ്രീ രവിശങ്കർ, താങ്കൾ അമ്മയെപ്പോലെ സായിബാബയെപ്പോലെ ദൈവമാണ് എന്ന് പറഞ്ഞാൽ അങ്ങയുടെ പ്രതികരണം എന്തായിരിക്കും? നമ്മൾ ആ ചോദ്യം ശരിക്ക് മനസ്സിലാക്കേണ്ട. ജോൺ പ്രിട്ടാസ് ഇദ്ദേഹത്തെ ഇന്റർവ്യൂ നടത്തി ബാംഗ്ലൂരിൽ വെച്ച്, അതിലുണ്ട് ഇതേ ചോദ്യം. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മറുപടി എന്തറിയോ? പിന്നെ ദൈവം സ്നേഹമാകുന്നു, ഞാൻ സ്നേഹമാകുന്നു, സ്നേഹം തന്നെയാകുന്നു ദൈവം എന്നാണ്. അതെന്താ പറഞ്ഞേ? നമ്മൾ തന്നെ ദൈവം. ഈ അല്പജ്ഞാനം പ്രവാചകൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം പ്രവാചകനെ
വലിയ ഘട്ടത്തിൽ പോലും ഖുർആൻ വെച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മളുടെ. ഇപ്പൊ ഒരാള് അങ്ങോട്ടും ഒരു മാസം ഇങ്ങോട്ടും ഒരു മാസം 2 മാസം വഴി ദൂരമുള്ള ഒരു സ്ഥലത്ത് ഒരു രാത്രിയുടെ ഏതാനും സമയം കൊണ്ട് പോവുകയാണ് പ്രവാചകൻ. മക്കയിൽ നിന്ന് കഅബയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ആകാശാരോഹണം നടത്തിയ പ്രവാചകൻ. ഇതൊരു വലിയ സംഭവമാണ് ലോകത്ത്, ആർക്കും സാധിക്കാത്തതാണിത്. ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പോലും ചൊവ്വയിൽ മര്യാദയ്ക്ക് പഠനം നടത്താൻ ഇപ്പോഴും അധുനാതന സംവിധാനങ്ങൾ ഉപയോഗിച്ച് പോലും സാധിച്ചിട്ടില്ലാത്തിരിക്കെ 7 ആകാശങ്ങൾ കടന്ന് ഒരു പ്രവാചകൻ പോവുക. എന്നിട്ട് ആ പ്രവാചകൻ ഭൂമി ലോകത്തേക്ക് തിരിച്ചു വന്നപ്പോ സ്വാഭാവികമായി നമ്മൾ പറഞ്ഞല്ലോ, ഒരു മഴ പെയ്തപ്പോ ആളുകൾ പറയാ അത് ഇന്നാള് പ്രാർത്ഥിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഒരു മകൻ മരിച്ചു സൂര്യനുണ്ടായാൽ അത് ഇന്നാളെ മകനായതുകൊണ്ടാണ്. ഇത് മനുഷ്യ സഹജമാണ്. ഒരു വീണത് വിദ്യാക്കൽ, അവിടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, കാതലായി ആലോചിക്കുന്ന വളരെ പ്രധാനമായ കാര്യം. പ്രവാചക തിരുമേനിയുടെ പ്രത്യേകത എന്താണ്? പ്രവാചകന്റെ പ്രത്യേകത എന്താണ്? അതാണ് ഈ ആകാശാരോഹണം കഴിഞ്ഞ് വന്നപ്പോ സ്വാഭാവികമായിട്ട് പ്രവാചകനിൽ അപ്രമാദിത്വം കൽപ്പിക്കാനുള്ള സാധ്യത സ്വാഭാവികമാണ്. അവിടെ പോലും അല്ല പറഞ്ഞെന്തറിയോ, മുഹമ്മദ് നബിയാണ് പോയത്, പക്ഷെ കൊണ്ടുപോയത് ഞാനാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. സുബ്ഹാനല്ലദീ, അല്ല എത്ര പരിശുദ്ധൻ, മുഹമ്മദ് നബി എത്ര മഹാൻ എന്ന് പറഞ്ഞുകൊണ്ടല്ല അധ്യായം തുടങ്ങുന്നത്. അല്ല എത്ര പരിശുദ്ധൻ, എന്റെ അടിമയാ. എത്ര ആകാശം കടന്നു പോയാലും, എത്ര വഴി ദൂരം എത്ര വേഗതയിൽ സഞ്ചരിച്ചാലും എന്റെ അടിമയാണ്, എന്റെ അടിമയാണ്. ഇപ്പൊ കാറ്റ്, എനിക്കൊരു അത്ഭുതം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരണേ ബസ് കയറണം, അല്ലെ വാഹനം ഉപയോഗിക്കണം, അല്ലെങ്കിൽ വേറൊരാളെ കൂടെ വരണം. സുലൈമാൻ നബിയോ, അദ്ദേഹം വീട്ടിൽ നിന്ന് മുറ്റത്തിറങ്ങിയാൽ അദ്ദേഹത്തിന് പോകേണ്ട ദിക്ക് മനസ്സിൽ വിചാരിക്കുമ്പോ കാറ്റ് അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ്. അപ്പൊ ഈ കോട്ടക്കലിലെ അന്തരീക്ഷത്തിലൂടെ ഒരു മനുഷ്യൻ പക്ഷിയെ പോലെ പാറിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ അയാൾ ദൈവാകാൻ പിന്നെ വല്ല സാധ്യത കുറവുണ്ടാവോ? അദ്ദേഹം അപ്പം ദൈവാവും. പക്ഷേ അങ്ങനെ കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തപ്പോൾ പോലും മഹാനായ സുലൈമാൻ നബി 2 മാസ വൈദൂരമുള്ള സിംഹാസനം എത്തിയപ്പോൾ പോലും പറഞ്ഞ എന്താ, ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ. 20-ാം അധ്യായം 40-ാമത്തെ വചനമാണ്. അവിടെ പ്രവാചകന്മാർ പോലും ഞങ്ങൾ ദൈവത്തിന്റെ അപ്രമാദിത്വമുള്ള, അല്ലെ ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ പുത്രന്മാരോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായ അത്ഭുത സംഭവങ്ങളോ ദിവ്യത്വമുള്ളവരോ ആണ് എന്നവരാരും അവകാശപ്പെട്ടില്ല. അതാണ് ഇസ്ലാമിന്റെ പ്രവാചകന്മാരുടെ ഏറെ പ്രത്യേകതകൾ. ഇപ്പൊ വിശുദ്ധ ഖുർആൻ ഒരു അത്ഭുതമാണ്. ആ ഖുർആനിനെ പറ്റി പറഞ്ഞിടത്ത് പോലും വൈൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽന അലാ അബ്ദിന, എന്റെ അടിമയുടെ മേൽ ഖുർആനെ വെല്ലുവിളിക്കുന്ന പോലും അത് മുഹമ്മദ് നബിയുടെ മേന്മയാണ് എന്ന് ലോകം തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ടാണ് മുഹമ്മദ് നബിയുടെ മേൽ അവതരിപ്പിക്കപ്പെട്ടതാണ് ഖുർആനെങ്കിലും മുഹമ്മദ് എന്റെ അടിമയാകുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ സുബ്ഹാനല്ലദീ അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് 17-ാം അധ്യായം 1-ാമത്തെ വചനം, 18-ാം അധ്യായം 1-ാമത്തെ വചനം, 2-ാം അധ്യായം 23-ാമത്തെ വചനം. അപ്പൊ അടിമയാണ് പ്രവാചകൻ. ഇനി കേട്ടോളൂ, ഒരു കല്യാണ സദസ്സിലേക്ക് പ്രവാചക തിരുമേനി കടന്നു വരികയാണ്. അവിടെ കുട്ടികൾ പ്രവാചകനെ കണ്ടപ്പോ കുട്ടികൾ മനസ്സിലാക്കി എങ്ങനെയാണ്? കാരണം ഖുറൈശികളിൽ നിന്ന്, അറബികളിൽ നിന്ന് ഈ ദിവ്യത്വത്തിന്റെ, ഈ മഹത്വത്തിന്റെ, മഹാന്മാരെ ആരാധിക്കുന്നതിന്റെ, മഹാന്മാർക്ക് ഇങ്ങനെയൊക്കെ ചില കഴിവുകളുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ട നേതാക്കന്മാരുടെ, പുരോഹിതന്മാരുടെ അനുയായികളും ഞങ്ങൾ ഇബ്രാഹിം ഈ മില്ലത്തിലാണ് എന്ന് അവകാശപ്പെട്ടവരുമായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, പ്രവാചകനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ, നാളെയുടെ കാര്യം അറിയുന്ന ആളാണ് ഈ പ്രവാചകൻ. എന്തുണ്ടായത്? ശരിയാണ്, ഞാൻ ഭാവി അറിയുന്നവനാണ്, നാളെയുടെ കാര്യം അറിയുന്നവനാണ് എന്ന് പ്രവാചക തിരുമേനി അവകാശപ്പെടുകയല്ല, ഉടനെ ഇടപെട്ടു. തനിക്കില്ലാത്ത ഒന്ന് തന്റെ മേലിൽ ചാർത്തുക. നേരെ മറിച്ച് ഗുരുജിക്കൊക്കെ സംഭവിച്ചാതാൽ, ഇവിടുത്തെ ഓഷോ, ഭഗവാൻ രജനീഷ് അവർക്കൊക്കെ സംഭവിച്ചാതാൽ, ഇവിടുത്തെ തങ്ങന്മാർക്കും ബീവിമാർക്കും ഒക്കെ സംഭവിച്ചതാണ്. ഏത് തങ്ങന്മാർ? സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന ആളുകൾ. അതിനെ വേറെ ഒരു തലത്തിലെടുക്കേണ്ടതില്ല, പ്രത്യേകിച്ച് കോട്ടക്കലിൽ ഞാൻ അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. മറിച്ച് ഇവിടെ മതത്തിന്റെ പേരിൽ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്ന ഈ ദൈവത്തിന്റെ അവതാരങ്ങളായി ചമയുന്ന, ദൈവത്തിന്റെ ഇടയാളന്മാരായി ചമയുന്ന, ഞങ്ങളിലൂടെ ദൈവത്തിലെത്താൻ പറ്റൂ എന്ന് വാദിക്കുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്, വഞ്ചനയാണ്, കപടാത്മീയതയാണ്, ശരിയല്ല. പ്രവാചകൻ പറഞ്ഞത് വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പഠിപ്പിച്ചത് വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്.
അപാരമാണ്. 31-ാം അധ്യായം 34-ാമത്തെ വചനം. നാളെ എന്ത് സംഭവിക്കും എന്നൊരാൾക്ക് പറയാൻ കഴിയില്ല. എവിടെ വെച്ച് മരിക്കും അതും ഒരാൾക്ക് പറയാൻ കഴിയില്ല. ഇത് പഠിപ്പിച്ചുകൊണ്ടാണ് പ്രവാചകൻ നേരിയ വ്യതിയാനം വരെ ശിർക്കിന്റെ ലാഞ്ചനകളെ പ്രവാചകൻ അവിടെ വെച്ച് തിരുത്തുകയാണ്. ഇതാണ് പ്രവാചക തിരുമേനി സ്വന്തം മകൻ മരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക്. അതേ കാര്യം അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും ദിവ്യത്വം അവകാശപ്പെടുകയോ എന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറയുകയോ മറിച്ച് അദ്ദേഹം പറഞ്ഞത് കുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദ. പറയൂ പ്രവാചകരെ, ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ, റബ്ബ് എന്ന അറബി പദം, റബ്ബന എന്റെ റബ്ബേ എന്ന് മുസ്ലിമീങ്ങൾ വിളിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ കേട്ടിട്ടുണ്ടാവും. റബ്ബ് എന്ന അറബി പദത്തിന്റെ അർത്ഥം, ആശയം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരരയാൽക്കുരു, അത് പകുത്ത് അരയാൽക്കുരു കീറിയാൽ ചെറിയ വെളുത്ത തടിയുള്ള ചെറിയ കുരു കാണാം. അതാണ് വടവൃക്ഷമായി വളരുന്നത്. അപ്പോ റബ്ബ് എന്ന പദം ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. അരയാൽക്കുരുവിന്റെ സ്റ്റാർട്ടിംഗ് മുതൽ അതിന്റെ എൻഡ് വരെ നിർണായകമായ ഘട്ടത്തിൽ അതിനാവശ്യമായതെല്ലാം നൽകി ആരാണോ അതിനെ സംരക്ഷിക്കുന്നവൻ അവരെ അറബിയിൽ പറയുന്ന പേരാണ് റബ്ബ്. ഫോർ എക്സാമ്പിൾ, 200 കോടി ബീജഗണങ്ങളെ സംവിധാനിക്കുകയും ആ ബീജത്തിൽ നിന്ന് ലക്ഷണമൊത്തൊരു ബീജത്തെ സെലക്ട് ചെയ്യുകയും ആ ബീജത്തെ അണ്ഡവുമായി കൂട്ടിച്ചേർത്ത് സൈക്കോട്ടായി സിക്താണ്ഡമായി സുമ്മ ഖലഖന നുത്ഫത അലഖ സുമ്മ ഖലഖന നുത്ഫത അലഖ فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر خلقا من بعد خلق في ظلمات 3 ذلكم الله ربكم له الملك والله أخرجكم من بطون أمهاتكم لا تعلمون شيئا وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. എംബ്രിയോളജിയുടെ ടോട്ടൽ വിശദീകരണം, അതെ, ഗംഭീരമായ വിശദീകരണം. فلينظر الإنسان مما خلق من ماء دافق يخرج من بين الصلب والترائب. സുബ്ഹാനല്ലാഹ്. പുരുഷന്റെ അവന്റെ വാരിയല്ലുകളുടെയും നെഞ്ചെല്ലുകളുടെയും ഇടയിലെ സെമിനൽ വെസിക്കിളിൽ നിന്ന് തെറിച്ചു വീഴുന്ന അലം യകുനു തുഫതൻ മിൻ മനിയ്യിൻ ജിന്ന, ഖുർആനിലെ 75-ാം അധ്യായം 37-ാമത്തെ വചനം. അതെ, ഒരു പുരുഷനിൽ നിന്ന് ശ്രവിക്കപ്പെടുന്ന 200 കോടി ബീജഗണങ്ങളിൽ നിന്ന് ലക്ഷണമറുത്ത ബീജത്തെ സെലക്ട് ചെയ്ത് അണ്ഡവുമായി കൂട്ടിച്ചേർത്ത് സൈക്കോട്ടാക്കി പിന്നെ അതിന് രക്തപിണ്ഡമാക്കി ആ രക്തപിണ്ഡത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞ് ആ മാംസത്തെ വീണ്ടും അസ്ഥി കൊണ്ട് അനാവരണം ചെയ്ത് ആ അസ്ഥി വീണ്ടും കൊണ്ട് മാംസം കൊണ്ട് പൊതിഞ്ഞ് സ്കിന്ന് നൽകി ആ സ്കിന്നിലെ സംവേദനക്ഷമതയുള്ള കോശങ്ങൾ നൽകി അതുപോലെ മനുഷ്യനിലെ എല്ലാ അവയവങ്ങളെയും ശരിപ്പെടുത്തി അഹ്സന തക്വീമായി 95-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ അഹ്സന തക്വീമായി ഖലഖൻ മിൻ ബഅദി ഖൽഖിൻ ഫീ ളുലമാത്തിൻ. വിശുദ്ധ ഖുർആൻ പറയാൻ ഖുർആനിലെ 39-ാം അധ്യായം 6-ാമത്തെ വചനം, ഒരു ഘട്ടത്തിന് ശേഷം മറ്റൊരു ഘട്ടമായി ഫീ ളുലമാത്തിൻ സലാസ. എംബ്രിയോളജി നേരത്തെ റസാഖ് സുല്ലമിയുടെ കീറ്റ്മൂറിനെ ഉദ്ധരിക്കുകയുണ്ടായി, മോറിസ് ബുക്കായെ ഉദ്ധരിക്കുകയുണ്ടായി. മോറിസ് ബുക്കായ, കീറ്റ്മൂർ, ഈ 2 പ്രഗത്ഭ ശാസ്ത്രകാരന്മാരെ, ഫ്രഞ്ച് ശാസ്ത്രകാരന്മാരെ ഞാനെടുത്ത് ഉദ്ധരിക്കുന്നത് മോഡേൺ സയൻസ് ബൈബിളും ഖുർആനും തമ്മിൽ താരതമ്യം ചെയ്ത്, അഥവാ അത് തമ്മിലുള്ള കമ്പാരിറ്റീവ് സ്റ്റഡി ആൻഡ് കമ്പാരിറ്റീവ് റിലീജിയൻ, മതത്തെക്കുറിച്ചുള്ള താരതമ്യ പഠനം, വേദങ്ങളെക്കുറിച്ചുള്ള താരതമ്യ പഠനം നടത്തി. ഖുർആൻ മിറാക്കിൾ ആഫ്റ്റർ മിറാക്കിൾ, ദൈവത്തിൻ്റെതാകുന്ന ഈ ഗ്രന്ഥം മനുഷ്യന്റേതല്ല. മനുഷ്യൻ എന്ന പഞ്ചേന്ദ്രിയ പരിമിതിയുള്ള മനുഷ്യന്റെ രചനയല്ല. കാലഘട്ടത്തിന്റെ ശാസ്ത്രകാരന്മാർക്കോ കാലഘട്ടത്തിന്റെ സാഹിത്യകാരന്മാർക്കോ സാഹിത്യ തറവാട്ടിലെ കാവലാന്മാർക്കോ അവതരിപ്പിക്കാനാവാത്ത വളരെ കൃത്യമായ പ്രസ്താവ്യമായ, ഇപ്പം മലമല മുല എന്ന പദം ബബിൾക്കത്തിന്റെ മേലെ പല്ലുകൊണ്ട് കടിച്ച അവസ്ഥാവിശേഷം, ചോര കുടിക്കുന്ന അട്ടയെപ്പോലെ ഗർഭഭിത്തിയിൽ അല്ലിപ്പിടിച്ച ഈ കുഞ്ഞ് വളർന്ന് പൂർണ്ണമായി മാതാവിന്റെ ഗർഭപാത്രഭിത്തിയിൽ നിന്ന് വല്ലാഹു വല്ലാഹു അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ, ഒന്നും അറിയാത്തവനായി ഉമ്മയുടെ ഉദരത്തിൽ. 16-ാം അധ്യായം 78-ാമത്തെ വചനം, വളരെ കൃത്യം. അവനാണ് റബ്ബ്, അവനാണ് റബ്ബ്. ആ റബ്ബിനെയാണ് ഇസ്ലാം ആരാധിക്കണമെന്ന് പറയുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതികളും സർവലോകങ്ങളുടെയും നാഥനാണ്. 7 ആകാശം, 7 ഭൂമി, സബഅ സമാവാതിൻ തിബാക, സബഅ സമാവാതിൻ തിബാക,
അടുക്കുകളായി 7 ആകാശത്തെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ സ്ട്രാറ്റോസ്ഫിയർ, അതുപോലെ സ്ട്രോപ്പോസ്ഫിയർ, അയണോസ്ഫിയർ, മാഗ്നറ്റോസ്ഫിയർ, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ട്. ഒന്നും ശരിയല്ല, അതല്ല. ഒന്നാം ആകാശം തന്നെ സ്ഥിതി ചെയ്യുന്നത് 15 കോടി കിലോമീറ്റർ അകലെയാണ്. ഈ ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും ഒക്കെ 20, 40, അതുപോലെ 60, 80 ആൻഡ് അതുപോലെ 120 വരെയുള്ള ഈ ലെയറുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ പറഞ്ഞതൊക്കെ അതൊന്നല്ല ഇവിടെ ആകാശം എന്നത് 15 കോടി കിലോമീറ്റർ അപ്പുറത്തുള്ള ആകാശത്തിനപ്പുറത്തെ സപ്താകാശത്തെക്കുറിച്ചാണ്. ഞാൻ മോഡേൺ സയൻസിന്റെ ആ പഠനത്തിലേക്കൊന്നും ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കില്ല. ഞാൻ പറയുന്നത് ഈ 7 ആകാശങ്ങളെയും 7 ഭൂമിയെയും സംവിധാനിച്ച ലോകത്തിന്റെ സംവിധായകൻ, ആ സംവിധായകനെ ആരാധിക്കാനാണ് ഇസ്ലാം പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യം, പശു ലോകത്തിലെ ഏറ്റവും ബുദ്ധിജീവിയായ മനുഷ്യനെ ആരാധിച്ചിട്ടുണ്ടോ? മനുഷ്യനെ ആരാധിച്ചിട്ടുണ്ടോ പശു? ഇല്ല. പോത്ത്, അതുപോലെ എലി മനുഷ്യനെ ആരാധിച്ചിട്ടുണ്ടോ? ഇല്ല. ഇവിടുത്തെ ഏതെങ്കിലും ഒരു ജീവവർഗം, ഒരു തുളസിച്ചെടി, ഒരു ആൽത്തറ മനുഷ്യനെ ആരാധിച്ചിട്ടുണ്ടോ? മനുഷ്യൻ എന്ന മഹാബുദ്ധിജീവി സൃഷ്ടികളുടെ മുമ്പിൽ തലകുനിക്കുകയാണ്. അവിടെയാണ് ഇസ്ലാം. ഇപ്പൊ മോസസ് പ്രവാചകൻ റാംസസ് രണ്ടാമന്റെ കൊട്ടാരത്തിലെത്തി. ആ കൊട്ടാരത്തിലെ ഒരു ചർച്ചയിലെ പ്രസക്തമായ ഭാഗം ഖുർആനിലെ 26-ാം അധ്യായം 23-ാമത്തെ വചനത്തിൽ ഉദ്ധരിക്കുകയാണ്. അവിടെ ചോദ്യം എന്താണെന്ന് അറിയുമോ? അല്ല മൂസ, നീ പറയുന്ന റബ്ബാരാൻ? നീ ഒരു റബ്ബിനെ, ഒരു ലോകനാഥനെ, മാത്രമല്ല ഫിറഔൻ പറഞ്ഞ എന്താ? ഫഖാല അന റബ്ബുക്കുമുൽ അഅല, ഫഖാല അന റബ്ബുക്കുമുൽ അഅല, അല്ലേ? ഫഹശറ ഫനാദ ഫഖാല അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് പരമോന്നതനായ ദൈവം. ആ നൈൽ നദിയും പരിസരങ്ങളും ആ പ്രദേശങ്ങളെല്ലാം അവന്റെ ഭരണത്തിന് കീഴിലായിരുന്നു. ഏകഛത്രാധിപതിയായ, അതുപോലെ സ്വച്ഛാധിപതിയായ വൈദിനജീനാക്കും മിന്നാലി ഫിറഔന യസുമൂനക്കും സുഅൽ അദാബ് യുദബ്ബിഹുന അബ്നാഅക്കും വയസ്തഹീന നിസാഅക്കും വഫി ദാലികും ബലാഉം മിർ റബ്ബിക്കും അദീം. ഖുർആനിലെ 2-ാം അധ്യായം 49-ാമത്തെ വചനം 50-ാമത്തെ വചനം. സ്ത്രീകളെ പുരുഷന്മാരെ അറുകൊല ചെയ്തുകൊണ്ടും സ്ത്രീകളെ സംരക്ഷിച്ചുകൊണ്ടും ഓപ്പോസിറ്റ് ദിശയിൽ പുരുഷനെ ഛേദിച്ചുകൊണ്ടും അറുകൊല ചെയ്ത ഫിറഔൻ. ആ ഫിറൗനിന്റെ ചോദ്യമാണ്, മുസ, നീ പറയുന്ന രക്ഷകൻ ആരാണ്? രക്ഷകൻ, റബ്ബ്, ലോകത്തിന്റെ നാഥൻ, ആ ക്രിയേറ്റർ, അതാരാ? ആ ഫിത്താവിനെ കുറിച്ചുള്ള ചോദ്യം ചോദിച്ചപ്പോ മൂസാ നബി നൽകുന്നൊരു മറുപടി, എന്റെ ഹൈന്ദവ, ക്രൈസ്തവ, മുസ്ലിം സഹോദരങ്ങളെ, എല്ലാ മതത്തിൽപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കണം. റബ്ബ് അദ്ദേഹം നൽകുകയാണ്, റബ്ബുസ്സമാവാതി വല്ലർദ് വമാ ബൈനഹുമാ ഇൻ കുൻതും മൂഖിനീൻ. വല്ലാത്തൊരു വാക്കാണ് റബ്ബുസ്സമാവാതി വല്ലർദ്. ഞാൻ പരിചയപ്പെടുത്തുന്ന റബ്ബ്, ഫിറൗനെ, നിന്നെ പോലെ ഒരു ഗ്രാമത്തിന്റെ ദൈവമല്ല, ഒരു നാടിന്റെ ദൈവമല്ല, ഒരു രാജ്യത്തിന്റെ ദൈവമല്ല. നീ ഭൂമിയിൽ ദൈവം, എന്നാൽ ആകാശത്തിലും ദൈവം, ആകാശത്തിലും രാജാവ്, ഭൂമിയിലും രാജാവ്, ലോകത്തിന്റെ മാലിക്കുൽ മുലൂക്ക്, രാജാതിരാജൻ. അവനാരാ? റബ്ബുസ്സമാവാതി വല്ലർദ്. അപാരമാണ്. ഞാൻ എന്റെ വാക്കുകളുടെ ആഴവും വരപ്പും ചിന്തിച്ച് സമയത്തിന്റെ ദൈർഘ്യക്കുറവോർത്ത് ഞാൻ വളരെ ചുരുക്കി വിശദീകരിക്കുകയാണ്. നിങ്ങൾ നോക്കേ, ആകാശഭൂമികൾക്കിടയിൽ എല്ലാറ്റിനെയും സൃഷ്ടിച്ചവനാരോ അവനാണ് എന്റെ റബ്ബ്. അപ്പൊ നിങ്ങൾ നോക്കേ, ഗുരുവായൂരപ്പൻ ആരാ എന്ന ചോദ്യത്തിന്, നിങ്ങൾ പറയുന്ന ഗുരുവായൂരപ്പൻ ആരാ എന്ന ചോദ്യത്തിന് ആകാശഭൂമികൾക്കിടയിലുള്ളതെല്ലാം സൃഷ്ടിച്ചാലാകുന്നു ഗുരുവായൂരപ്പൻ എന്ന് എന്റെ പ്രിയപ്പെട്ട ഭാസ്കര നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ആരാണ് പിശാരിക്കാവിലെ അമ്മ എന്ന് ചോദിച്ചാൽ ആകാശഭൂമികളെയും അതിനിടയിലുള്ളതിനെയും എല്ലാ ജീവവർഗങ്ങളെയും ഏകകോശജീവിയായ ആമീമ മുതൽ ബഹുകോശജീവിയായ നീലത്തിമിംഗലത്ത് വരെ സൃഷ്ടിച്ചവനാണ് എന്റെ റബ്ബ് എന്ന് പറയാൻ എന്റെ പ്രിയപ്പെട്ട മാധവ നിനക്ക് സാധിക്കുമോ? കന്യാമറിയമിന്റെ ഗർഭപാത്രത്തിൽ രൂപം കൊണ്ട് മനുഷ്യരൊക്കെ വളരുന്ന പോലെ വളർന്ന് ദൈവത്തിന്റെ അടിമയായും പ്രവാചകനായും വളർന്ന് ഈ ലോകത്ത് ജനിച്ച യേശുക്രിസ്തുവിന് മുമ്പ് കന്യാമറിയം ആരെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്നത് വേദം തെളിവാൻ. അവരാരുടെ വായു ശ്വസിച്ചു, അവരാരുടെ വെള്ളം കുടിച്ചു, ഈ ഭൂമിയും ആകാശവും ആര് നിലനിർത്തി? അവനെയാണ് ലോകത്തിന്റെ സിട്ടാവ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ അതിന് മറികടക്കുന്ന ഒരാദർശത്തിന്റെ ആവിഷ്കാരമോ ഒരാദർശത്തിന്റെ അവതരണമോ നടത്താൻ ശേഷിയുള്ള വൈജ്ഞാനിക ലോകത്ത് വേദഗ്രന്ഥങ്ങളുടെ വിജ്ഞാന സാഗരങ്ങളും നീന്തി തുടിച്ചിട്ടുള്ള ആലിമുകളെ, പണ്ഡിതന്മാരെ ഈ വിനീത വേദിയിൽ വെച്ച് ഞാൻ വെല്ലുവിളിക്കുന്നു. അലദ്ദീനി കുല്ലിഹി, സകല ദർശനങ്ങളെയും അതിജയിക്കുന്ന ഇസ്ലാം. അവിടെ ഇസ്ലാം ലോകത്തോട് അവതരിപ്പിച്ചു. എന്ത്? ഊട്ടിയിൽ പോയി, കൊടൈക്കനാലിൽ പോയി,
അല്ലെങ്കിൽ ഫാന്റസി പാർക്കിൽ പോയി, ഏതെങ്കിലും ഒരു പാർക്കുകളിൽ കയറി ചെന്നു. ഇപ്പൊ എന്തിനധികം എവിടെ ചേർന്ന് കിടക്കുന്ന ഈ ഹോട്ടലിലേക്ക് പ്രവേശിക്കുമ്പോൾ പോലും എന്തൊരു സൗന്ദര്യമാണ്, മനുഷ്യൻ ഡിസൈൻ ചെയ്യുന്നതാണ്. പക്ഷേ അള്ളാഹുവിന്റെ ഓരോ ചെടികളുടെ അതിന്റെ ഇതളുകൾ, അതിന്റെ മനോഹാരിത, മരത്തിലെ സെല്ലുലോസുകൾ, ഈ ജീവവർഗങ്ങൾ, അതിനെ തിന്നുന്ന പുഴുക്കൾ, അതിന്റെ പ്യൂപ്പ, അത്ഭുതമല്ലേ? ആര് ഡിസൈൻ ചെയ്തു? ആരാണ് ആ ഡിസൈനർ? തേനീച്ചയുടെ ചിറകുകളെ 400 ദശലക്ഷം പുഷ്പങ്ങളിൽ നിന്ന് 1 ലിറ്റർ തേൻ ശേഖരിക്കുന്ന പെൺതേനീച്ച എന്ന അത്ഭുതം 16-ാം അധ്യായം ഖുർആൻ സൂറത്ത് നഹൽ അതിന്റെ 68-69 വചനങ്ങൾ. അത്ഭുതമല്ലേ മനുഷ്യരെ? അത് ഈ ജീവവർഗങ്ങളെ സംവിധാനിച്ചതാരാ? ആ പുഷ്പമേ അധിക തുങ്കപഥത്തിൽ നീ എത്ര ശോഭിച്ചിരുന്നു എന്ന് വീണപ്പൂവിൽ കുമാരനാശാൻ പാടുന്നത് ആ പുഷ്പത്തിന്റെ മനോഹാരിതയാണ്. പന്നീർ പുഷ്പത്തിന്റെ ഇതളുകൾക്ക് രൂപലാവണ്യം നൽകിയ ശക്തിസിദ്ധി ആരാ? മാധവ. അത് ശ്രീരാമനല്ല, യേശുക്രിസ്തുവല്ല, മുഹമ്മദ് നബിയല്ല, ഉള്ളാളം തങ്ങളല്ല, മനുമത്ത് ബീവിയല്ല, തെരുവത്ത് ദേവിയല്ല, സായിബാബയല്ല, അമ്മയല്ല എന്ന് പറയുന്നത് അവരോടുള്ള വിരോധം കൊണ്ടല്ല, അവരോടുള്ള സ്നേഹം കൊണ്ടാണ്. അപ്പൊ ആരാ ഇത് സംവിധാനിച്ചത്? നമുക്കൊക്കെ വായു നൽകിയ, നമുക്കൊക്കെ വെള്ളം നൽകിയ ലോകത്തിന്റെ അധിപതിയായ പടച്ചതമ്പുരാൻ. ആ പടച്ചതമ്പുരാനെയാണ് അറബിയിൽ അല്ലാഹു, അൽ ഇലാഹ്, ആരാധ്യൻ. ആരാധ്യൻ എന്ന് പറഞ്ഞാൽ ആരെയെ ആരാധിക്കേണ്ടത്? ആരാധനക്കർഹന ആരോ അവനെ, അല്ലേ? സ്വന്തം കിഡ്നി വീക്കായത് അറിയാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിച്ചോളൂ നിങ്ങൾ. സ്വന്തം കിഡ്നി വീക്കായവർ അറിയാൻ കഴിഞ്ഞില്ല. മഹാനായ സുലൈമാൻ നബിയുടെ വടി ചെതല് നിന്ന് ആ വടിയെടു പൊട്ടി വീണപ്പോഴാണ് സുലൈമാൻ ഇന്ന് മരിച്ച ജിന്നുകൾ അറിയുന്നത്. എങ്കിൽ ആ ജിന്നുകളെ ആരാധിക്കാൻ പറ്റുമോ? പറ്റില്ല. അത് തന്നെയാണ് ഇവിടെയും. 130 ഗ്രാം ഭാരമുള്ള കിഡ്നി വീക്കാകുന്നു. അതറിയാതെ പോകുന്നു ആര്? സായിബാബ. അദ്ദേഹത്തിന്റെ ശ്വസന കേന്ദ്രങ്ങൾ കംപ്ലീറ്റ് തകർന്നു പോകുന്നു. അനാട്ടമി പഠിച്ചവർക്കറിയാം, ആന്തരിക അവയവത്തിന്റെ മുഴുവൻ മേഖലകളും സ്തബ്ധമായി, നേരിയ ജീവന്റെ തുടിപ്പല്ലാതെ ഒന്നില്ലാതായി പോയി. അറിയാൻ കഴിഞ്ഞില്ല, താഴെ ഡൗണായി. അങ്ങനെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു. ഹോസ്പിറ്റലൈസ് ചെയ്തതിനു ശേഷം അവിടുത്തെ ഡോക്ടേഴ്സ് പറയാൻ ആന്തരിക അവയവങ്ങൾ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അപ്പോ അത് കേടുവന്ന് തുടങ്ങിയ സ്റ്റാർട്ടിംഗ് പോയിന്റ് അതറിഞ്ഞില്ല. അത് വളർന്നു, അതിന്റെ ഗ്രോത്ത് അത് മനസ്സിലാക്കിയില്ല. പിന്നെ അത് മനുഷ്യ ശരീരത്തെ കീഴ്പ്പെടുത്തി അദ്ദേഹത്തെ നിലത്തേക്ക് മറിച്ചിട്ടു. അതുവരെയുള്ള കാര്യങ്ങൾ അറിയാത്ത സായിബാബ ലോകത്തിന്റെ മനുഷ്യന്റെ പ്രയാസങ്ങൾ ദൂരീകരിക്കും, അവന്റെ ഹൃദയത്തിന്റെ വേദന മാറ്റും എന്ന് വിശ്വസിക്കുന്ന എന്റെ ബാബുവേട്ടൻ രക്ഷപ്പെടേണ്ടതുണ്ട്. അതിനാണ് ഇൻസൈറ്റ് എക്സിബിഷൻ. ചില കാര്യങ്ങൾ തുറന്നു പറയാനാണ്. ഷോപ്പിങ്ങിനല്ല ഇത്. അല്ല, ഹൈന്ദവ വിശ്വാസപ്രകാരം ബിംബാരാധന നടത്തി നിങ്ങൾ മരിച്ചാൽ ഹൈന്ദവ വേദ ഗ്രന്ഥപ്രകാരം നിങ്ങൾ നരകത്ത് പോകും. ഖുർആൻ പ്രകാരമല്ലേ പറയും, ഖുർആൻ പ്രകാരമല്ലേ പറയും. ഋഗ്വേദ പ്രകാരം നിങ്ങൾ നരകത്ത് പോകും, യജുർവേദ പ്രകാരം നിങ്ങൾ നരകത്ത് പോകും. ബിംബാരാധന നടത്തി മാധവ നീ മരിച്ചാൽ യജുർവേദ പ്രകാരം 32-ാം അധ്യായം 3-ാമത്തെ സൂക്തം നതസ്യ പ്രതിമാസ്തി. രാകേഷ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. അവന് പഞ്ചാബിലെ പട്ടാളത്തില് ഞാൻ അവനെ ഈയിടെ കണ്ടപ്പോൾ ഞാൻ അവന്റെ വീട്ടിൽ കയറിയപ്പോ അവന്റെ അച്ഛൻ ഭക്തനായ ഒരാളാണ്. അവിടെ ഒരുപാട് ബുക്കുകളുണ്ട്. അതില് യജുർവേദമുണ്ട് അവിടെ. ഞാൻ പറഞ്ഞു, രാകേഷ് നീ അതെടുത്ത് ഒന്ന് വായിക്കണം. അപ്പൊ ചോദിച്ചാൽ ഇനി നിനക്കെന്തിനാ? അത് ഞങ്ങളുടെ ഗ്രന്ഥമല്ലേ, അത് വായിക്കാൻ പറയും. നീ ആരാൻ എന്നവന്റെ രസകരമായി ചോദിച്ചു. ഞാൻ ആരോവട്ടെ, യജുർവേദം എടുക്ക്, 32-ാം അധ്യായം എടുക്ക്, 3-ാമത്തെ ശ്ലോകം എടുക്ക്, അതൊന്ന് വായിക്കുന്നു പറഞ്ഞു. അപ്പം വായിച്ചു. നതസ്യ പ്രതിമ അസ്തി. ദൈവത്തിന് പ്രതിമയില്ല. ദൈവത്തിന് പ്രതിമയില്ലെങ്കിൽ നീ ഏത് ദൈവത്തെയാടാ ഈ കൂട്ടിൽ വെച്ചിരിക്കണത്? നിന്റെ പൂജാമുറിയിൽ വെച്ച ഈ പ്രതിമയില്ലേ, ഇതേത് തത്വത്തിന്റെ അടിസ്ഥാനത്തില? നീ പറയുന്ന നീ വേദാന്തിയാണെന്ന്, നീ പറയുന്ന നീ സനാതന ധാർമ്മിക മൂല്യത്തിന്റെ വക്താവാണെന്ന്. സനാതനധർമ്മം, വേദധർമ്മം, അതാണ് ഹൈന്ദവ ദർശനമെന്ന് അവിടെ ഹിന്ദുമതം എന്ന് വിളിക്കരുതെന്നാണ് സ്വാമി വിവേകാനന്ദൻ വിവേകാനന്ദ സാഹിത്യ സർവസ്വം 228-ാമത്തെ പേജ് 3-ാം വോള്യം വളരെ കൃത്യമാണ്. ആരാണ് ഹിന്ദു, എന്താണ് ഇന്ത്യ, എന്താണ് ഹിന്ദുസ്ഥാൻ, എന്താണ് ഹി, എന്താണ് സി, എന്താണ് ഹിന്ദു ആകാനുള്ള ചരിത്രം. ന്യൂ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക, ഡോക്ടർ രാധാകൃഷ്ണന്റെ ഇന്ത്യൻ ഫിലോസഫി, അതുപോലെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഗ്ലിംസ് ഓഫ് ദി വേൾഡ് ഹിസ്റ്ററി, മൗലാന ആസാദിന്റെ ഗ്രന്ഥങ്ങളിൽ 103-ാമത്തെ പേജ്, മൗലാന ആസാദ് ഗ്രന്ഥത്തിന്റെ 103-ാമത്തെ പേജ്. ഞാൻ പറയുന്നത് പഠനം മനുഷ്യനെ ഉന്നതമായൊരു വിധാനത്തിലെത്തിക്കും, ഉന്നതമായൊരു മേഖലയിൽ മനുഷ്യനിത് കൊണ്ടെത്തിക്കും. അവിടെയാണ് കേനോപനിഷത്ത് പറയുന്നത് യക്ഷുശാന പശ്യതി യേന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിതം ഉപാസ്യതേ.
യശ്രോത്രേണ ശൃണോതി ശ്രോത്രമിതം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിതം ഉപാസ്യത്തെ. കേനോപനിഷത്ത് 6-7 ശ്ലോകങ്ങളാണ്. അതിന്റെ അർത്ഥം എന്താ? നീ ഉണ്ടാക്കി വെക്കുന്ന ബിംബങ്ങളുണ്ടല്ലോ, രൂപങ്ങൾ, അത് നിന്റെ ആരാധ്യനല്ല. അതിന് നീ ആരാധിക്കരുത്. നീ ആരാധിക്കേണ്ടത് ആരെയാണ്? നിന്റെ കണ്ണുകൊണ്ട് കാണാത്ത, നിനക്ക് കണ്ണിന് കാഴ്ച നൽകിയ ലോകത്തിന്റെ സിട്ടാവിനെ. നോക്കൂ, മഹാനിർവഹണ സ്തോത്രം, സ്തോത്രത്തിലെ ആദ്യ വചനങ്ങൾ തന്നെ എന്താണ്?